ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്ന രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ, ക്യാപിറ്റൽ നഗരിയായിട്ടുള്ള ബോംബെയിലെ വെള്ളക്കെട്ട്, ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി മാർക്കറ്റിനെ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നിഫ്റ്റി 24,635 എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇപ്പോൾ എല്ലാ ആളുകളും ഉപയോഗിച്ച് ഇത് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു 6 മാസത്തിനിടയ്ക്കൊക്കെയാണ് ഒരു ഓൾ ടൈം ഹൈ എന്നൊരു വേർഡ് നമുക്ക് നിഫ്റ്റിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ ആണ്. നിഫ്റ്റിയിൽ ഇന്ന് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ആ ഒരു സെക്ടർ മാറ്റി നിർത്തിയാൽ എല്ലാ സെക്ടറും ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. SBN ഏകദേശം FISന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഫണ്ട് ഇഞ്ചക്ഷൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടു. SBN 2.75% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും വളരെ ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരു അവസരത്തിൽ നമുക്ക് ചാർട്ട് വിശകലനം ചെയ്യാം. അപ്പോൾ SBN റാലി രേഖപ്പെടുത്തി. ITC, ONGC തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കണ്ടു. നിക്ഷേപകരുടെ താല്പര്യമുള്ള കമ്പനിയായിട്ടുള്ള ഐഡിയയും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടും കൂടാതെ തന്നെ ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും ബുധനാഴ്ച എക്സ്പയറി ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി നാളെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പൺ ഇൻട്രസ്റ്റും പരിശോധിക്കാം. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുന്നത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. അങ്ങനെയുള്ള ധാരണയൊന്നും വെക്കേണ്ട. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഏതുവരെ ഇടിഞ്ഞേക്കാം അല്ലെങ്കിൽ ഏതുവരെ റാലി ചെയ്തേക്കാം എന്നുള്ള ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു വ്യൂ ആണ്. ആ ഒരു വ്യൂ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണമല്ലോ. അപ്പോൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാറ്റി നിർത്തിയാലും ഓപ്പൺ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്താം, അതൊക്കെ നമുക്ക് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിവേ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്രൈഡേ ക്ലോസ് കാണാം. ഏറ്റവും താഴെ ഫ്രൈഡേ ക്ലോസിൽ നിന്ന് ഇന്ന് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി സപ്പോർട്ട് എടുത്തത് 24,520 ആണ്. എന്നാൽ ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് നടത്തി 24,588 എന്ന് പറയുന്ന ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടത്തി 24,635. നിഫ്റ്റി ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. എവിടെയാണോ വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗ് അവിടെ തന്നെ ഓപ്പൺ ചെയ്തു. എന്നാൽ ഒരു ക്യാൻഡിൽ കാണാം 280 ഓപ്പണിംഗ് ഇന്നത്തെ 280 പോയിന്റ് ഒരു ഫോളൊക്കെ കാണാൻ സാധിക്കും. അതൊരു ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിലാണെന്ന് ഓർക്കണം. 5 മിനിറ്റ് കൊണ്ട് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിന്റ് ഒരൊറ്റ ക്യാൻഡിൽ ഫോളോ ആയിട്ടുണ്ട്. ആ ഒരു ലോയിൽ നിന്ന് കാണാം 513 പോയിന്റിന്റെ ഒരു സ്പൈക്കും ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായ രീതിയിൽ ബാങ്ക് എക്സും ഇന്ന് വോളറ്റിലിറ്റി ഉണ്ടായി കാണണം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ $2,647 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ ട്രംപിന് വെടിയേറ്റതും മാർക്കറ്റിനും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ബന്ധം. ബിറ്റ്കോയിൻ 2,647 പോയിന്റ് ഉയരാൻ കാരണം ട്രംപ് ബിറ്റ്കോയിനെ വളരെ വലിയ രീതിയിൽ അനുകൂലിക്കുന്നുണ്ട്. ഈ ഒരു വെടിയേൽക്കൽ പ്രക്രിയ കാരണം ഒരു സഹതാപ തരംഗം ട്രംപിൽ മേൽ വന്നു. അപ്പോൾ ബിറ്റ്കോയിനും ഇത് റിഫ്ലക്റ്റ് ആയി. അല്ലാതെ വെറുതെ 2,647 പോയിന്റ് ബിറ്റ്കോയിൻ റാലി ചെയ്തതല്ല. ബ്രന്റ് ഓയിൽ 84, അതിന് താഴെ ഗോൾഡ് $5 ഉയർന്ന് 2,415. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ, ജപ്പാൻ മാർക്കറ്റ് അവധിയായിരുന്നു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% സ്പൈക്ക് ആയത് 14.18. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3ഉം റെഡിൽ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നാളെ. സ്പോട്ട് 52,455, ഉയർന്ന റെസിസ്റ്റൻസ് 53,000, സപ്പോർട്ട് സോൺ 52,000, PCR 1.12. ഫിൻനിഫ്റ്റി സ്പോട്ട് എന്ന് പറയുന്നത് എവിടെയാണോ ഫിൻനിഫ്റ്റി ഉള്ളത് അതിനെയാണ് നമ്മൾ ഫിൻനിഫ്റ്റിയുടെ സ്പോട്ട് എന്ന് പറയുന്നത്. 23,691 ആ ഡോട്ടഡ് ലൈൻ കാണാം. സപ്പോർട്ട് 23,500, റെസിസ്റ്റൻസ് 24,000 എന്ന റേഞ്ചാണ്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കമ്പനീസ്: ONGC 5%, SBI ലൈഫ് 3.5%, ശ്രീറാം ഫിനാൻസ് 3%, ഡോക്ടർ റെഡ്ഡി, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിൽ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ: സെൻടെക് ഇന്ന് ഏകദേശം 5% അപ്പർ സർക്യൂട്ട് കരസ്ഥമാക്കി. കമ്പനിയുടെ ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. കൂടാതെ തന്നെ ഹെവി റെയിൻ കാരണം ഇന്ന് കേരളത്തിൽ അവധിയായിരുന്നു.
ട്രിവാൻഡ്രത്ത് നിങ്ങളൊരു ന്യൂസ് കണ്ടു കാണും. വളരെ ദുഃഖം തോന്നുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ചവറുകളെല്ലാം തന്നെ നമ്മൾ തോട്ടിലേക്കൊന്നും വലിച്ച് എറിയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചുറ്റിൽ നിന്നും ആ ഒരു വേസ്റ്റ് പോകാൻ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളൂ. എന്നാൽ ആ ഒരു വേസ്റ്റ് വേറെ എങ്ങോട്ടാ പോകണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഒരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത് ഡയറക്റ്റ് ടാക്സ് ഏകദേശം 23% സ്പൈക്ക് ചെയ്തു. STTയും 12% സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, ഞാൻ ഓൾറെഡി തന്നെ STT അല്ലെങ്കിൽ മറ്റുള്ള ടാക്സുകളെല്ലാം തന്നെ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുവരെ നോട്ടീസ് വന്നിട്ടില്ല. നോട്ടീസ് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ ITR ഫയൽ ചെയ്യുന്ന ഒരു ഫോമുണ്ട്. ITR ഫയൽ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ട ആളുകൾ മാത്രം ഫയൽ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് കഴിഞ്ഞ ശനിയാഴ്ച മുമ്പുള്ള ശനിയാഴ്ച നമ്മളൊരു കൃത്യമായിട്ട് ഇൻകം ടാക്സിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടവരാണെങ്കിൽ മാത്രം ഫയൽ ചെയ്യുക. സംശയം ചോദിക്കാനായിട്ട് ദയവായിട്ട് അതിൽ ഫോം ഫില്ല് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. ആദ്യം HDFC ലൈഫായിട്ടുള്ള ന്യൂസാണ്. HDFC ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക വഴി കമ്പനി 2000 കോടി രൂപ റൈസ് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. HDFC AMC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു. നെറ്റ് ടോട്ടൽ ഇൻകം 29% ഉയർന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര Q1 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്നു. സ്റ്റോക്ക് ഏകദേശം 7% ഗെയിൻ ചെയ്തു. 1294 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. അശോക് ലൈലാൻഡ് കമ്പനി 982 കോടി രൂപയുടെ ഒരു ബസ് ഓർഡർ കിട്ടിയിട്ടുണ്ട് അശോക് ലൈലാൻഡിന്. ടയർ സെക്ടറിൽ നിന്ന് ഒരു റാലി കണ്ടു. എസ്പെഷ്യലി അപ്പോളോ, MRF തുടങ്ങിയ കമ്പനീസ്, JK ടയർ ഉൾപ്പെടെയുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി. കമ്പനീസ് എല്ലാം തന്നെ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. സിമെൻറ്റ് സെക്ടർ അൾട്രാടെക് സിമെൻറ്റ് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തതാണ് കാരണം. അംബുജ സിമെൻറ്റും ഗെയിൻ ചെയ്തു. മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന യുഎസിലെ ഒരു ബ്രോക്കറേജ് സ്ഥാപനമാണ് മോർഗൻ സ്റ്റാൻലി. സെൻ ടെക്നോളജി കമ്പനി ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിഫൻസ് പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. AI പവേർഡ് റോബോട്ടാണ് കമ്പനി പുതിയതായിട്ട് വികസിപ്പിച്ച് എടുത്തത്. ഓറോബിൻ്റെ ഫാർമ കമ്പനി ആദ്യത്തെ ഷെയർ ബൈബാക്ക് ചെയ്യുകയാണ്. കമ്പനി അവരുടെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് തിരികെ വാങ്ങുന്നതിനെയാണ് ഷെയർ ബൈബാക്ക് എന്ന് പറയുന്നത്. GET&D US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് കമ്പനിയാണിത്. ഇവർക്കൊരു 490 കോടി രൂപയുടെ ഓർഡർ പവർ ഗ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി. ജിയോജിത്ത് ഫിനാൻസ് കമ്പനി ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1 lakh crore കവിഞ്ഞിട്ടുണ്ട്. ബോർഡ് 200 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചു. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നിലവിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് വില കുറഞ്ഞ രീതിയിൽ ഷെയർ വാങ്ങാനായിട്ടുള്ളൊരു അവസരമാണ് ഒരുക്കുന്നത്. വേണമെങ്കിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം. സൊമാറ്റോ സ്റ്റോക്ക് 2 ലക്ഷം കോടി ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ടുണ്ട്. ഇവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാം തന്നെ ഫീസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കമ്പനി ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് അത് ഉപഭോക്താക്കൾക്ക് ഗുണമോ ദോഷമോ അല്ല. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് കമ്പനിക്ക് ഗുണമാണ്. നമ്മൾ കണ്ടിരുന്നു ഈ ടെലികോം സെക്ടറിൽ എയർടെല്ലിൽ തന്നെ റാലി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ M&Mൻ്റെ ഇടിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് M&M ഇടിഞ്ഞു? വില കുറച്ചതുകൊണ്ട്. എന്തുകൊണ്ട് ടെലികോം സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി? താരിഫ് ഉയർത്തിയതുകൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വരുൺ ബിവറേജസ് കമ്പനി അവർ പെപ്സിക്കോയായിട്ട് സിംബാബ്വേയിലും സാംബിയയിലും ഇവർ ബിസിനസ് വിപുലപ്പെടുത്തുന്നുണ്ട്. വരുൺ ബിവറേജസ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ആൻ്റണി വേസ്റ്റ് കമ്പനി വേസ്റ്റ് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. ഇന്ന് അവർക്ക് ഒരു മികച്ചൊരു റവന്യൂ കരസ്ഥമാക്കി. ആൻ്റണി വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ ആൻ്റണി വേസ്റ്റ് കമ്പനി. M&M കമ്പനി സ്കോഡയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടു. ഡെൻ നെറ്റ്വർക്ക് കമ്പനി 42 കോടി രൂപയിൽ നിന്ന് 45 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. തോമസ് കുക്ക് കമ്പനി ഇവർ ഉദയപൂരിൽ സ്റ്റെർലിംഗ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ശൃംഖലയുണ്ട്. അത് ഇവരുടെയാണ്, തോമസ് കുക്കിങ്ങിനെയാണ്. സ്റ്റെർലിംഗ് ഹോളിഡേയ്സ് കൊച്ചിയിലുണ്ട്, മൂന്നാറുണ്ട്.
അപ്പോൾ അവർ ഉദയപൂരിൽ ഇവിടെ ഒരു പുതിയ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഉദയപൂർ എന്ന് പറയുന്നത് ഈ ടൂറിസം രംഗത്തെ ഒരു വലിയൊരു മേജർ ഒരു ഏരിയ ആണ് ഉദയപൂർ. രാജസ്ഥാനിലാണ്. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ്. ഇനി ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും നമുക്ക് വേണം. ഒരു ട്രേഡറെ സംബന്ധിച്ച്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് IPO എത്ര കാശാണ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്ര കാശാണ്, റിസൾട്ട് എന്ന് വരും, ഇതെല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. എല്ലാ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന, ഹായ് പറയുന്ന എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നന്ദി. നിങ്ങളുടെ കമൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തുന്നത്. രാവിലെ ഒരു 4 മണിക്ക് എണീക്കാനായിട്ടുള്ളൊരു പ്രേരണ എന്ന് പറയുന്നത് ഇത് വീഡിയോ ഇട്ട് രാവിലെ തന്നെ ആളുകൾ ഗുഡ് മോർണിംഗ് പറയുന്നതും എല്ലാ ആളുകളും കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും പൊതുവേ ഞാൻ തന്നെയാണ് കമൻറ്റിന് റിപ്ലൈ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനൊരു ഹാർട്ട് ബട്ടൺ കൊടുക്കാറുണ്ട്. നമുക്ക് വേറെ മാനേജർ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.